ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ട്യൂൺസ് ഓഫ് ലൈഫ്. അപ്പോൾ ട്യൂൺസ് ഓഫ് ലൈഫിലേക്ക് എല്ലാ ഫ്രണ്ട്സിനും സ്നേഹസ്വാഗതം. അപ്പോൾ ഇന്ന് ഈസ്റ്റർ ആണല്ലേ. ഈസ്റ്റർ പോലെ സന്തോഷകരമായ മറ്റൊരു ദിവസം ഇല്ലെന്ന് തന്നെ നമുക്ക് പറയാം. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ യാത്ര ചെയ്യുമ്പോഴായാലും അല്ലെങ്കിൽ നമ്മുടെ വീടിൻ്റെ അടുത്തൊക്കെ ഉള്ളവരായാലും ഈസ്റ്ററിന്, അത് സത്യം പറഞ്ഞാൽ പെസഹ വ്യാഴം മുതലാണ് നമുക്ക് ആ ആഘോഷങ്ങളൊക്കെ തുടങ്ങുന്നതല്ലേ. അതായത് പെസഹ വ്യാഴം ഈ ഓരോ ഡിവോട്ടീസും അത്രയേറെ ഫാസ്റ്റിംഗ് ഒക്കെ ചെയ്താണ് ഈ ഈസ്റ്റർ വരെ എത്തിച്ചേരുന്നത് എന്നുള്ളത് നമ്മൾ പ്രത്യേകം ഓർമ്മിക്കേണ്ട കാര്യമാണ് അല്ലേ. വ്രതമാസക്കാലം കൂടിയാണ് ഈ ഈസ്റ്റർ എന്നൊക്കെ പറയുന്നത്. അപ്പോൾ എൻ്റെ വീടിനടുത്തുള്ളവരൊക്കെ ഈ അപ്പം ഉണ്ടാക്കി, പെസഹ ഡേയിൽ അപ്പം ഉണ്ടാക്കാറുണ്ടല്ലോ, അപ്പോൾ അത് ഉണ്ടാക്കി നമ്മുടെ വീട്ടിലൊക്കെ കൊണ്ടുവന്ന് എല്ലാ വർഷവും തരാറുണ്ട്. നമ്മൾ ഓണത്തിന് തിരിച്ച്, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈദിനെങ്ങനെയാണ് അവർ നമുക്ക് തരുന്നു, നമ്മൾ അവർക്ക് കൊടുക്കുന്നു. അത്തരത്തിലുള്ള ഒരു സൗഹൃദവും അതുപോലെ തന്നെ സ്നേഹവും കാത്തു സൂക്ഷിച്ചിരുന്ന നമ്മുടെ ഒരു കുട്ടിക്കാലത്തിലേക്കൊക്കെ മനസ്സ് പോകുന്ന ഒരു ദിവസം കൂടിയാണ് ഈസ്റ്റർ. ഇപ്പോഴും നമ്മൾ ആഘോഷിക്കാറുണ്ട്, പക്ഷേ അതിന് ഇപ്പോൾ പരിമിതികൾ വന്നിട്ടുണ്ട്. കാരണം നമ്മൾ ജനിച്ച് വളർന്ന സ്ഥലത്തുനിന്ന് മാറിയാണ് ഇപ്പം നമ്മൾ ഓരോരുത്തരും താമസിക്കുന്നത്. അപ്പോൾ അവിടെയുള്ള ഒരു സൗഹൃദ വലയത്തിനുള്ളിൽ മാത്രമാണ് ഇപ്പോൾ അത് ഒതുങ്ങുന്നത്. ഇനിയും ഞാൻ പറയാം, ധാരാളം ഈ ചർച്ചുകൾ എവിടെ കണ്ടാലും എനിക്ക് ഭയങ്കരമായ പറഞ്ഞറിയിക്കാൻ കഴിയാത്ത ഒരു എന്താണ് പറയുന്നത്, എന്താണ് നമ്മുടെ ഫീലിംഗ് എന്ന് പറയാൻ കഴിയില്ല. അറിയാതെ നമ്മുടെ മനസ്സിലേക്ക് ജീസസ് ക്രൈസ്റ്റിൻ്റെ ആ ഒരു കാലഘട്ടം, അല്ലെങ്കിൽ ജീസസ് ക്രൈസ്റ്റിൻ്റെ ആ ഒരു എന്താണ് പറയുന്ന ഓറ നമ്മളിലേക്ക് വരുന്നത് പോലെ എനിക്ക് ഫീൽ ചെയ്യാറുണ്ട്. അപ്പോൾ തന്നെ ഞാൻ അതെൻ്റെ ക്യാമറയിൽ, എൻ്റെ കയ്യിലുള്ള മൊബൈലിൽ ഞാൻ അതിൻ്റെ ആ ചേർച്ചിൻ്റെ ചിത്രങ്ങൾ എടുക്കാറുണ്ട്. അതുപോലെ തന്നെ അതെടുത്തിട്ട് അത് ഞാൻ ഷോർട്ട് വീഡിയോസിൽ ധാരാളം അപ്ലോഡ് ചെയ്യാറുണ്ട്. അത് എൻ്റെ ഫ്രണ്ട്സായി നിങ്ങൾ കാണുന്നവർക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യം കൂടിയാണ്. ധാരാളം ലൈക്സും കമൻസും ഒക്കെ എനിക്ക് അത്തരം വീഡിയോസിന് കിട്ടാറുമുണ്ട്. ഈ അവസരത്തിൽ ഞാൻ നിങ്ങൾ ഓരോ ഫ്രണ്ട്സിനോടും അതിൻ്റെ നന്ദിയും സ്നേഹവും അറിയിക്കുകയാണ്. അപ്പോൾ വീഡിയോ കാണുന്ന എല്ലാ ഫ്രണ്ട്സും ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ സമയം കിട്ടുമ്പോൾ എൻ്റെ വീഡിയോ ഒന്ന് കാണാനും ഒക്കെ ശ്രമിക്കണേ. അപ്പോൾ ഇതൊരു റിക്വസ്റ്റാണ്. നിങ്ങളെപ്പോലുള്ള ഓരോ ഫ്രണ്ട്സിൻ്റെയും സപ്പോർട്ട് കൊണ്ടാണ് എനിക്ക് ഇതുവരെയെങ്കിലും ഒന്ന് ഈ പ്ലാറ്റ്ഫോമിൽ നിൽക്കാൻ കഴിഞ്ഞത് എന്ന് വിശ്വസിക്കുകയാണ്. അതിന് എത്ര നന്ദി പറഞ്ഞാലും മതിയാവാത്ത കാര്യം കൂടിയാണ്. ഇതൊരു ഈശ്വരാനുഗ്രഹവും നിങ്ങൾ ഓരോ ഫ്രണ്ട്സും തരുന്ന സപ്പോർട്ടിൻ്റെയും മാത്രം പിൻബലത്തിൽ നടക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ തുടർന്നും ആ സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നു കേട്ടോ. അപ്പോൾ ഈസ്റ്ററിനെ കുറിച്ച് വീണ്ടും ഞാൻ പറയുകയാണെങ്കിൽ, നമുക്ക് ഒരു ചെറിയ കഥ ഞാനിവിടെ പറയുകയാണ്. വളരെ ചെറിയൊരു കഥയാണ്. അപ്പോൾ ഒരു ആട്ടിടയന് കുറേ ആടുകളുണ്ടായിരുന്നു, 100ഓളം ആടുകളുണ്ടായിരുന്നു. അങ്ങനെ അദ്ദേഹം ഒരു ദിവസം ആട് മേയ്ക്കാൻ പോയ വഴിയിൽ ഒരാടിനെ പെട്ടെന്ന് കാണാതായി. അപ്പം അദ്ദേഹത്തിന് ഭയങ്കര വിഷമമായി. കാരണം ഇത്രയും ആടുകളെയും വളരെ സ്നേഹത്തോടെയാണ് അദ്ദേഹം കരുതലോടെയും സ്നേഹത്തോടെയാണ് വളർത്തിയിരുന്നത്. അപ്പോൾ ആ ഒരു ആടിനെ അന്വേഷിച്ച് മറ്റുള്ള ആടുകളെ മേയാൻ വിട്ടതിന് ശേഷം അദ്ദേഹം ഈ ഒരു ആടിനെ അന്വേഷിച്ച് പോവുകയാണ്. കുറേ നടന്ന് വലഞ്ഞ് നോക്കിയപ്പോൾ ഒരു പാറയുടെ പുറത്ത് അദ്ദേഹം ഈ പോയ ഒരു ആട്ടിൻകുട്ടി ഇങ്ങനെ ഇരിക്കുന്നത് കണ്ടു. അദ്ദേഹം വളരെ സന്തോഷത്തോടു കൂടി ആ ആട്ടിൻകുട്ടിയെ വിളിക്കുകയും അത് ഓടി അദ്ദേഹത്തിൻ്റെ അരികിലേക്ക് വരികയും അതിനെ തോളിൽ വെച്ച് നടന്നു പോവുകയും ചെയ്തു. അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മൾ ഓരോരുത്തരും ഓരോ ആട്ടിൻകുട്ടികളാണ്. ദൈവത്തിൻ്റെ മുന്നിൽ നമ്മൾ ഓരോരുത്തരും ഓരോ ആട്ടിൻകുട്ടികളെ പോലെയാണല്ലേ. ദൈവത്തിന് 100 ആയാലും 200 ആയാലും 300 ആയാലും ഓരോ ആട്ടിൻകുട്ടിയുടെ പുറത്തും ദൈവം നമ്മളറിയാത്ത ഒരു കരുതലും സംരക്ഷണവും വയ്ക്കുന്നുണ്ട്. നമ്മൾ ഓരോരുത്തരെയും ദൈവം അങ്ങേറ്റം സ്നേഹിക്കുന്നുണ്ട്. നമുക്ക് വേണ്ടി ഒരു കരുതൽ ദൈവത്തിൻ്റെ കാഴ്ചപ്പാടിൽ, ദൈവത്തിൻ്റെ ഓറയ്ക്കകത്താണ് നമ്മളെല്ലാവരും ഉള്ളത് എന്ന് ഈ കഥ നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. അപ്പോൾ കഥയും എല്ലാം നമ്മളെ ഓർമ്മിപ്പിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മുടെ ഈ കൊച്ചു ജീവിതത്തിൽ മറ്റുള്ളവരെ വേദനിപ്പിക്കാതിരിക്കുക, അതുപോലെ തന്നെ നമുക്ക് കിട്ടുന്ന ഓരോ സൗഭാഗ്യത്തിനും ദൈവത്തിന് നന്ദി അറിയിക്കുക. ദൈവത്തിനെ കൊണ്ട് ചെയ്യാൻ കഴിയാത്തതായി യാതൊന്നും തന്നെ ഈ ഭൂമിയിലില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ദൈവത്തിൽ ഉറച്ചു വിശ്വസിക്കുക, പ്രാർത്ഥിക്കുക. പ്രാർത്ഥനയാണ് ഏറ്റവും വലിയ ശക്തി എന്ന് പറയുന്നത്.
അപ്പോൾ ഈസ്റ്ററിന് മിക്കവാറും ഒക്കെ ഞാൻ ക്രിസ്മസ് ഡേക്ക് ഞാൻ എന്നും ചർച്ചിൽ പോകാറുണ്ട്. അത് ഇതിനു മുമ്പ് ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. കാരണം എൻ്റെ മകളുടെ ബർത്ത്ഡേ കൂടിയാണ് ആ ദിവസം. മാത്രമല്ല ഞാനൊരു ക്രിസ്ത്യൻ സ്കൂളിലാണ് പഠിച്ചത്. ട്രിവാൻഡ്രം എല്ലാവർക്കും അറിയാവുന്ന ഒരു സ്കൂളാണ്. ലൂർദ് മൗണ്ട് കോൺവെൻറ്റ് സ്കൂളിലാണ് ഞാൻ പഠിച്ചത്. അവിടെ ബൈബിളിൻ്റെ ഓരോ വചനങ്ങളും ഇങ്ങനെ പോകുന്ന കോറിഡോഴ്സിലൊക്കെ എഴുതി വയ്ക്കാറുണ്ട്. അതുമാത്രമല്ല അത്തരത്തിലുള്ള വളരെയധികം സ്റ്റാൻഡേർഡായിട്ടുള്ള ഒരു സ്കൂൾ തന്നെയാണത്. ഇപ്പോഴാണ് ഞാനത് എല്ലാവരോടും പറയുന്നത്. ആ സ്കൂളിൽ നിന്ന് കിട്ടിയ ബേസിക് കാര്യങ്ങളാണ് എന്നെ ഇന്നും ഞാനാക്കി നിർത്തുന്നത് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ അവസരത്തിൽ എൻ്റെ സ്കൂളിനും അതിൻ്റെ മാനേജ്മെൻറ്റിനും അതുപോലെയുള്ള അവിടെയുള്ള എല്ലാ അധ്യാപകർക്കും എൻ്റെ സ്നേഹവും കടപ്പാടും അറിയിക്കുകയാണ്. അപ്പോൾ എല്ലാ ഫ്രണ്ട്സിനും സ്നേഹത്തിൻ്റെയും സമാധാനത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും ആയുരാരോഗ്യ സൗഖ്യത്തിൻ്റെയും 1000 ഈസ്റ്റർ ദിനാശംസകൾ. എല്ലാവർക്കും വീണ്ടും ഒരു നല്ല ദിവസവും വരും ദിവസങ്ങളെല്ലാം നന്നായിരിക്കട്ടെ എന്ന പ്രയറോടെ ഞാൻ നിർത്തുകയാണ്. വീണ്ടും കാണാം കേട്ടോ ഫ്രണ്ട്സ്.